ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചു മൊറോക്കോ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മൊറോക്കോയ്ക്കായി ഇസ്മായിൽ സായിബാരിയാണ് ആദ്യ ഗോൾ അടിച്ചത്. ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയർ സമനില ഗോൾ നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ഉറക്കമുളച്ചിരുന്ന് കാത്തിരുന്നതാണ് കാൻഡറുകൾ, മഞ്ഞപ്പടയുടെ ആരാധകർ. പക്ഷേ ഒരു ജയത്തുടക്കം ഉണ്ടായില്ലെങ്കിലും ശക്തമായ മത്സരമാണ് നടന്നത്. മൊറോക്കോ ചെറിയ ടീമല്ല, അവിടെ പിടിച്ചു നിൽക്കാനായി എന്നത് ഒരു ആശ്വാസവാക്കായി പറയാമല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ഗുഡ് മോർണിംഗ് ക്രിസ്ത്യന. ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയോടുകൂടിയാണ് അവരുടെ ലോകകപ്പ് ക്യാമ്പയിന് തുടക്കമായിരിക്കുന്നത്. കാരണം ഈ ലോകകപ്പിലെ ഫേവറേറ്റുകളിൽ ഇല്ലെങ്കിൽ എല്ലാ ലോകകപ്പും കളിച്ച ഏറ്റവും കൂടുതൽ ലോക കിരീടങ്ങൾ നേടിയ, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ, അങ്ങനെ റെക്കോർഡുകളുടെ തോഴർ ഈ ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഇല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഗോട്ട് ടീം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ബ്രസീലിന് അവരുടെ ഈ ലോകകപ്പ് ക്യാമ്പയിനിൽ ഒരു മോശം തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബ്രസീൽ ടീമിനെയോ അവരുടെ ആരാധകരെ തൃപ്തരാക്കില്ല. അതുതന്നെയാണ് അവരുടെ ചരിത്രം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ടീമിന്റെ പാരമ്പര്യം അതുതന്നെയാണ്. പക്ഷേ അവർക്ക് മൊറോക്കോ പോലുള്ള ഒരു ടീമിനോട് സമനില നേരിടേണ്ടി വന്നത് വലിയ നിരാശയാണ്. മൊറോക്കോ സമീപകാലത്ത് വലിയ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്, കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. അല്ലെങ്കിൽ സമീപകാലത്ത് അവരുടെ ഒരു വലിയ ട്രാൻസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ടീമുകളിലാണ്. അങ്ങനെയൊക്കെ ന്യായീകരണങ്ങൾ പറയാമെങ്കിൽ പോലും അപ്പുറത്ത് ബ്രസീലാണ്. ബ്രസീൽ എന്തെന്ന് ബ്രസീലിന് അപ്പുറമോ ഇപ്പുറമോ മറ്റൊരു ടീമിനെ പോലും പറയുമ്പോൾ ഫുട്ബോളിലെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഫുട്ബോൾ വർത്തമാനങ്ങളിലോ ഒക്കെ തന്നെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഈവൻ അർജന്റീനയ്ക്കോ സ്പെയിനിനോ പോർച്ചുഗലിനോ ഒക്കെ തന്നെ സ്ഥാനമുള്ളൂ. മെസ്സിയുടെ പേരും ഒക്കെ തന്നെ പറയുമെങ്കിലും അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പേര് പറയുമെങ്കിൽ പോലും ബ്രസീലാണ് ഫുട്ബോൾ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവരുടെ പാരമ്പര്യം അതാണ്, അവരുടെ നേട്ടങ്ങൾ അത്ര കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സമനില പോലും വലിയ നിരാശയായി മാറുന്നതും അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ടി വരുന്നതും. ഈ ലോകകപ്പിനെത്തുമ്പോൾ അവർക്ക് അവരുടെ പരുക്ക് പ്രശ്നങ്ങളുണ്ട്, ടീമിലെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രസീലിന് അതൊന്നും ഒരു ന്യായീകരണം വെക്കാവുന്നതല്ല. ഈ മത്സരത്തിൽ പോലും അവർക്ക് ഒരു മികച്ച പ്രകടനം മൊറോക്കോയാണ് കാഴ്ചവെച്ചത്. അല്ലെങ്കിൽ ബ്രസീൽ പാടുപെട്ടു എന്ന് പറഞ്ഞാൽ പോലും, അങ്ങനെ വിലയിരുത്തിയാൽ പോലും തെറ്റില്ല. തുടക്കം മുതൽ മൊറോക്കോയുടെ ആക്രമണമാണ് കണ്ടത്. 14-ാം മിനിറ്റിൽ ബ്രസീലിനാണ് ആദ്യം ഒരു പ്രധാനപ്പെട്ട അവസരം തുറന്നു കിട്ടിയത്, അത് മുതലാക്കാനായില്ല. പക്ഷേ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സായിബാരിയിലൂടെ മൊറോക്കോ ലീഡെടുക്കുന്നു. അവിടെയും ബ്രസീൽ ഡിഫൻസിലെ പോരായ്മയാണ് കണ്ടത്. അവരുടെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ മാർക്കിന്യോസും ഒപ്പം തന്നെ ഗബ്രിയേലിനും പിഴയ്ക്കുന്ന കാഴ്ച കൊണ്ട് ഒരു അത്യുഗ്രൻ ത്രൂ ബോൾ കൊടുക്കുകയും അത് സായിബാരി അവരുടെ സെൻറ്റർ ഫോർവേഡ് അവർ കൃത്യമായി തന്നെ ഫിനിഷ് ചെയ്യുന്ന കണ്ടു. അലിസൺ ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ. സായിബാരി അദ്ദേഹത്തിൻ്റെ ലോകകപ്പിലെ നേട്ടം, ലോകകപ്പിൽ ഒരു ഗോൾ നേടുക എന്ന് പറയുന്നത് ചെറുതല്ല, അതും ഒരു മനോഹര ഗോളായി മാറുന്നു. അതിനുശേഷം വൈകാതെ കാത്തിരിക്കേണ്ടി വന്നില്ല, ബ്രസീലിന് വല്ലാതെ കാത്തിരിക്കേണ്ടി വന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട താരം ഒരുപക്ഷെ നെയ്മർ ടീമിലുണ്ടെങ്കിൽ പോലും ഈ ലോകകപ്പിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയർ അങ്ങനെ ഒരു തകർപ്പൻ ഗോളോടുകൂടി ടീമിനെ സമനിലയിൽ എത്തിക്കുന്നു. പിന്നീട് ഇരു ടീമുകളും ഗോളിനായി തുടരെ ആക്രമിച്ച് കളിക്കുന്നു, പ്രത്യേകിച്ച് ബ്രസീൽ. അതൊക്കെ തന്നെ മൊറോക്കൻ പ്രതിരോധത്തിൽ തട്ടിയകറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ മോർമോഷിലൂടെ ഒരു ഉഗ്രൻ അവസരം വന്നതാണ് ഈ മൊറോക്കോയ്ക്ക്. പക്ഷേ അത് അലിസൺ തട്ടിയകറ്റിയത് കൊണ്ട് മാത്രം കണ്ണീരോടുകൂടി അല്ലെങ്കിൽ വലിയ നിരാശ പടുകുഴിയിലേക്ക് ബ്രസീൽ പോയില്ല എന്നത് മാത്രം. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ഫുട്ബോൾ ശ്വസിക്കുന്ന നാട്, ഫുട്ബോൾ അതിന്റെ കാലിന്റെ താളം, ജീവിതതാളമായി മാറിയ ഒരു രാജ്യമാണ് ബ്രസീൽ. പക്ഷേ ഈ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മറിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ അനിൽ പറഞ്ഞതുപോലെ ടീം ഒരു ട്രാൻസിഷന്റെ സമയത്താണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായി കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകനിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരുന്നു. അതായത് കളിക്കാരെ തളർന്നാലും ആഞ്ചലോട്ടിയുടെ ഒരു തന്ത്രം, അത് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി, അത് ബ്രസീലിനെ മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കമാണ്, നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താണ് തുടക്കത്തിലെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് സംഭവിച്ചതെന്ന്, ബ്രസീലിന് അവരുടെ കിരീടം നേടിയ ലോകകപ്പിൽ സംഭവിച്ചതെന്ന്. പക്ഷേ ഈ കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് വിലയിരുത്താം? ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്കും ഒരു നിരാശപ്പെടുത്തുന്ന ക്യാമ്പയിനാണ്. അദ്ദേഹം ക്ലബ് തലത്തിൽ എല്ലാം നേടിയ ഒരു പരിശീലകനാണ്. അദ്ദേഹം ആദ്യമായി ഇല്ലെങ്കിൽ ബ്രസീലിനെ പോലൊരു ടീമിനെ പരിശീലിപ്പിക്കാൻ, ഒരു രാജ്യാന്തര ക്ലബിനെ പരിശീലിപ്പിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് വലിയൊരു തുടക്കം തന്നെയാണ്. പക്ഷേ ബ്രസീലിനെ ഈ അർജന്റീനയുമായി, കഴിഞ്ഞ ലോകകപ്പിലെ അർജന്റീനയുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം അതിനു മുമ്പ് കോപ്പ ചാമ്പ്യന്മാരായി ഫിനാലിസം ജയിച്ച് തുടർച്ചയായി 32 മത്സരങ്ങൾ ജയിച്ചു വന്ന അർജന്റീനയ്ക്ക് ഒരു വലിയ അമിതാത്മവിശ്വാസത്തോട് വന്ന
അർജന്റീനയ്ക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഷോക്കായിരുന്നു അന്നത്തെ സൗദിക്കെതിരായ തോൽവി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതിനുശേഷം അവരവരുടെ സ്വാഭാവികമായ ഗെയിമിലേക്ക് വരികയും അർജന്റീന കപ്പടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബ്രസീലിന് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബ്രസീൽ സമീപകാലത്ത് വലിയ തിരിച്ചടികളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് കോപ്പയിൽ അർജന്റീനയോട് തോൽക്കുന്നു. അവർക്ക് സമീപകാലത്ത് വലിയ കിരീടങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അവർ ഫൈനലിൽ പോലും കടക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ടീമിൻ്റെ ഈ പരിക്കുകളും ഒരു ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇത്തവണത്തെ ലോകകപ്പിന് എല്ലാ ലോകകപ്പും കളിച്ച ടീമിന് പോലും അവർക്ക് 5ാം സ്ഥാനക്കാരോ 6ാം സ്ഥാനക്കാരായിട്ടാണ് കോൺമബോൾ, അതായത് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് യോഗ്യത നേടിയത് പോലും. കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒരു പരിശീലകൻ വന്ന് ആ ടീമിനെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പോലും ആ ടീമിലെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. നെയ്മർ ഇല്ലാത്തത് ടീമിന് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ കഴിഞ്ഞ 2.5 വർഷത്തോളമായി നെയ്മർ ടീമിനൊപ്പം ഇല്ല. ആ താരം ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു താരം തന്നെയാണ്. പക്ഷേ നെയ്മർ ഇല്ലാത്തത് ടീം എന്ന് തന്നെ ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ലോകകപ്പിൽ ഈ ലോകകപ്പിൽ ഇനിയും ബ്രസീൽ തിരിച്ചടി നേരിട്ടാൽ ഏറ്റവും വിമർശനം നേരിടേണ്ടി വരുന്നതും കാർലോ ആഞ്ചലോട്ടിയുടെ ആ തീരുമാനം തന്നെയായിരിക്കും. കാരണം നെയ്മർ ജൂനിയർക്ക് വേണ്ടി യാവോ പെഡ്രോ എന്ന് പറയുന്ന ഈ സീസണിലെ ഇൻഫോം ആയിട്ടുള്ള ചെൽസിയുടെ ഒരു സ്ട്രൈക്കറെ വേണ്ടെന്ന് വെച്ചാണ് നെയ്മർ ജൂനിയറെ ടീമിലെടുത്തിരിക്കുന്നത്. അതൊക്കെ തന്നെ ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരുമോ ഈ മത്സരം കണ്ടാൽ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് മുന്നേറ്റ നിരക്ക് കാര്യമായ പണിയെടുക്കാൻ അല്ലെങ്കിൽ കാര്യമായ സംഭാവന അല്ലെങ്കിൽ ഗോൾ അടിച്ചു കൂട്ടാൻ സാധിക്കാത്തിടത്ത് നെയ്മറെ പോലെ ഒരു താരത്തെ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ നോക്കി വലിയ തിരിച്ചടി നേരിട്ടോ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.